സ്വാമി ശരണയ്യപ്പ. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാനനവാതയിലേക്ക് കിടന്നു. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ കാനനവാതയിലേക്ക് കിടന്നു. കാനനവാതയിൽ നിന്ന് ഇനി അങ്ങോട്ടുള്ള ഒരു വ്ളോഗ്, ഒറ്റൊരു വീഡിയോ ആയിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കാണേണ്ടവർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. കുറച്ചേരം പോയി കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിയുമ്പോഴാണ് പ്രോപ്പർ കാട് കയറണത്. അതുവരെ ഇങ്ങനെ ജനവാസമുള്ള ഏരിയയാണ്. ഈ ആൾക്കാർ റബ്ബറും കൂടിയും അതൊക്കെ ആയിട്ടുള്ള ഏരിയയാണ്. ഈ റോഡ് പണ്ട് സോള് വിരിച്ച when I was in ഡെറാഡൂൺ, ഞാൻ 1990 വരുമ്പോൾ ഇത് സോള് വിരിച്ച റോഡായിരുന്നു. അതിനുശേഷം ഇതിപ്പോൾ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. നടക്കുമ്പോൾ ഉണ്ടല്ലോ, ചെരുപ്പിലാണ് നടന്നു കഴിഞ്ഞാൽ കാല് വെച്ച് ചവിട്ടി ഇറക്കുമ്പോൾ സ്വർഗം കാണും. കൈ വെച്ച് നടന്നവർക്ക് കുഴപ്പമില്ല. നേരെ ചെന്ന് കയറുന്ന ഒരു അമ്പലത്തിലേക്കാണ്. മഹാദേവ ക്ഷേത്രമാണ്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് തൊഴുത് കയറാറ്. മഹാദേവ ക്ഷേത്രമല്ല, തെറ്റിപ്പോയി. അതേലോ ഇരുമ്പിക്ക. കൈ വെട്ടിപ്പോണ കേട്ടോ. നല്ല ക്ഷീണമുണ്ട്. മഴയും കൂടി ആയപ്പോൾ 4 ഇരട്ടി ക്ഷീണമായി. ഭദ്രകാളി ക്ഷേത്രമാണ്, മഹാദേവ ക്ഷേത്രമല്ല. മഹാദേവ ക്ഷേത്രം അപ്പുറം വന്നു. ഓക്കെ, ഉള്ളി കയറിയില്ല, പുറത്തേ കൂടി ഇറങ്ങി. ഈ സൈഡിൽ കൂടി ബാക്കിൽ കൂടി പോയി കറങ്ങി വരാം. ഞാൻ ഇനി ചെക്ക് പോസ്റ്റ് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. മഴയാണ്, അത് കാരണം എന്തോരം വീഡിയോ അങ്ങനെയൊക്കെ വരുന്നു. ഞാൻ ഉദ്ദേശമൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ മുതലെങ്കിലും കറക്റ്റായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാ. മഴയുണ്ട്, മഴ ചതിച്ചാശാനെ, മഴ ചതിച്ചു. ഓട്ടെ, മേടിക്കില്ല. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പരമ്പരാഗത കാനനവാതയുടെ കാട്ടിൽ കയറുവാണ്. ചെക്ക് പോസ്റ്റ് ഇവിടെയാണ്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വൈകുന്നേരം 4 മണിയല്ലേ, അത് 3 മണിയല്ലേ, എത്ര സമയം വരെ കൊണ്ടുള്ളൂ കയറ്റി വിടൽ. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ കയറി പോവാം. പിന്നെ കാടാണ്, കാടിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും നമ്മൾ സംരക്ഷിക്കുകയാണ് പോകാനായിട്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. എല്ലാ മൃഗങ്ങളും ഉള്ള കാടാട്ടാ. അതായത് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയണ്ട, എല്ലാ മൃഗങ്ങളും ഉള്ള കാടാണ്. കരടി, ആന, കടുവ, എല്ലാ സാധനവും ഉണ്ട്. ജിറാഫ് കാട്ടിലെല്ലാം ഉണ്ടാവണേ. സിംഹം നമ്മുടെ കാട്ടിലുണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഞാൻ കണ്ടിട്ടില്ല സിംഹം. നമ്മുടെ ഏതെങ്കിലും കാട്ടിൽ, ഗുജറാത്തിലൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. സിംഹം നമുക്ക് കേരള കാട്ടിലുണ്ടോ എന്ന് കയറില്ല. അപ്പോൾ അതെ, കാട്ടിൽ കയറി. സാധാരണ ഇവിടെ കയറുമ്പോൾ ഉറക്ക ശരണം വിളിച്ച പോകണം. ഒന്ന് മഴയായതുകൊണ്ട്, മഴയാകുമ്പോൾ ശരിക്കും ഇപ്പോഴും ശരണം വിളിച്ച് കൂടണ്ടേ. കാരണം കാട്ടുപോത്തൊക്കെ ഇറങ്ങി വരുന്ന സമയമല്ല, മീൻസ് കാട്ടുപോത്തൊക്കെ ഇറങ്ങി വരുന്ന കാണാണ്. അപ്പം പുറകിൽ സ്വാമിമാർ ശരണം വിളിച്ചു വേണ്ടി. ഇതാണ് വഴി. ഞാൻ നോക്കി നടക്കട്ടെ കേട്ടോ. കുറേശ്ശെ വീട് എടുക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ തെന്നി തലയടിച്ച് വീഴും. ഏകദേശം 3 മണിയായിട്ടുണ്ട്. നല്ല മഴയായിരുന്നു. ഇപ്പോഴൊന്നും തോർന്ന വേറൊന്നൊരു കാപ്പ് പിടിച്ചു. ഇനിയൊരു 4 കിലോമീറ്റർ ഉണ്ടാവും. ഈ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, എത്ര മനുഷ്യനിർമ്മിതമായിട്ടുള്ള ലെൻസിൽ കൂടി എടുത്താലും അതിൻ്റെ ഒറിജിനൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഒറിജിനൽ ആ ഒരു എസൻസ് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിലൂടെ നടക്കണം, നമ്മളിത് അനുഭവിച്ചറിയണം. അപ്പോഴാണ് അതിനൊരു പവറുള്ളൂ. ഇനിയല്ലേ ഓടുക്ക് കനത്തിൽ വെള്ളം വീഴുകയും ചെയ്യും. ആ, ആരോടെ ഫോട്ടോ എടുക്കാനാ? സ്വാമി ശരണം വിളിച്ച് പോകണ്ട്. ആഹാ, ഓഹോ, കടുവ ഇറങ്ങണ സ്ഥലം, കടുവ ഇറങ്ങണ. എന്താ പ്രകൃതി. ഹോട ഹോട ഹോട
ആരാ കരിഞ്ഞ് ഇത്ര വേറെ കാടായിരുന്നു ശേഷം ഇപ്പോഴും കാട് തന്നെ. മഴഞ്ഞ് ഇറങ്ങിയറേ. ഇവിടെ അമ്പലമുണ്ട് കേട്ടോ. സമയം 4:30. മഴ ഒട്ടും കുറവില്ല. ഇന്ന് നടക്കാറിങ്ങിയ അയ്യപ്പന്മാരെന്തോ എല്ലാവരും എന്തോ വലിയ പാപം ചെയ്തിരുന്നതാണ്. മഴയ്ക്കൊരു കുറവില്ല. ഓ മഴയ്ക്കും കുറവില്ല, ഇടിയും കൊടുക്കുന്നുണ്ട്. ഇപ്പം എത്തിയിട്ടാ നമ്മള് കാളകെട്ടി. ഇന്നത്തെ ഹോൾട്ട് ഇവിടെയാണ്. കയറി ചെന്ന് കാലിൻ്റെ കുഴ പരിപ്പളയുണ്ട്. കയറി ചെന്ന് നേരെ കയറി ചെല്ലണത് പേരൂർത്തോളിലേക്കാ. ശേ കാളകെട്ടിയിലേക്കാ. ബോധം പോയിറില്ല പോയി. ജീവിതത്തിൽ വേണ്ട പ്രാവശ്യം ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മഴയത്ത്, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാ, ഇത്രയും മഴയത്ത് ഫുൾ ടു ഫുൾ മഴയത്ത് വന്നത് ആദ്യമായിട്ടാണ്. എത്ര മഴ ചെയ്താലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. സന്നാഹത്തെത്തി തൊഴുത് ഇട്ടേ കാര്യമുള്ളൂ. എന്തു മഴയായിരുന്നു. അപ്പോൾ നമ്മളെത്തിട്ടോ. കാളകെട്ടി എത്തി. കാളകെട്ടിയിൽ വിരി വെച്ചു. തോട്ടിൽ പോയി കുളി കഴിഞ്ഞു. ജലദോഷം പിടിക്കുമായിരിക്കും അല്ലേ? ജലദോഷം പിടിക്കുന്നതുകൊണ്ട് എന്തായാലും പിടിക്കും. കാരണം ഫുൾ മഴ തന്നെ വെള്ളത്തിൽ. ഇതുപോലത്തെ ഒരു മഴയത്ത് ഞാൻ ഇന്നവരെ ശബരിമലയ്ക്ക് വന്നുള്ള അതുപോലത്തെ മഴ. ആ ഒരു എന്താ പറയാ, ആ ഒരു ഫീൽ കിട്ടുള്ള മഴ കാരണം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇറങ്ങിയിറങ്ങുന്ന വൈകുന്നേരം അമ്പലത്തിൽ പോകണം, അത് പുറത്തിറങ്ങാമെന്നുള്ള അതുപോലത്തെ മഴ. പിന്നെ വല്ല ഫുഡും കഴിച്ചു വിട്ടിരിക്കാം. നാളെ കാലത്ത് വീണ്ടും നടക്കാം. എല്ലാം ഉണക്കായിട്ടുണ്ട്, എല്ലാം ഉണക്കായിട്ട്. അപ്പം അങ്ങനെ കാര്യങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനില്ല. മൊത്തം മഴ കൊണ്ടൊന്നും വീഡിയോ എടുക്കാനുമില്ല, കാണിക്കാനുമില്ല, ഒന്നുമില്ല. അപ്പോൾ ബൈ. അപ്പോൾ ഗുഡ് നൈറ്റ്. സമയത്രേ 6:30 ഉറങ്ങാൻ പോവാ. എത്ര മണി? 6:30 വേറൊരു പരിപാടിയില്ല, ഉറങ്ങാൻ പോകും. ബൈ.